CPM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെ തള്ളുകയാണ് CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പാരമ്പര്യം CPMനില്ല. പ്രസ്താവനയെ സുധാകരന്റെ പ്രസംഗ ശൈലിയായി കണ്ടാൽ മതിയെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ വ്യക്തമാക്കുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഇതിപ്പോൾ ആർ നാസറിന്റെ വിശദീകരണം, ഒപ്പം ഈ കേസെടുക്കണമെന്ന് കളക്ടർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പോലീസ് നിയമോപദേശം തേടാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മനീഷ്? വിജയകുമാർ, ഈ വാർത്ത ആദ്യം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ CPM ജില്ലാ നേതൃത്വത്തോട് ഇതിനുള്ള പ്രതികരണം ചോദിച്ചിരുന്നു. പക്ഷേ മാധ്യമ വാർത്തകൾ മാത്രമാണ് കണ്ടത്. പ്രസംഗത്തെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ഇപ്പോൾ വൈകുന്നേരം അദ്ദേഹം ഈ പ്രസംഗം NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോൾ ഉണ്ടായ വിവാദ പരാമർശം കൃത്യമായി പാർട്ടി പരിശോധിച്ച ശേഷമാണ് ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം വരുന്നത്. അദ്ദേഹം അനൌദ്യോഗികമായി, പരസ്യ പ്രതികരണമല്ല, അദ്ദേഹം പറയുന്നത് CPMന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ഒരു പാരമ്പര്യം ഇതുവരെയുമില്ല. അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ തപാൽ വോട്ട് തിരുത്തൽ വരുത്തി പിന്നീട് വോട്ട് രേഖപ്പെടുത്തുന്ന ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ജി സുധാകരന്റെ ഒരു സാധാരണ പ്രസംഗ ശൈലിയാണത്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരായ നിയമ നടപടിയിൽ ഒപ്പം തന്നെ CPM പിന്തുണ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്നുണ്ട്. അതായത് കേസ് അന്വേഷണം നടക്കട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്ന CPM നേതൃത്വമാണ്. 1989 അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന ഇടതുപക്ഷം 25,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടുവെങ്കിലും അന്നത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അട്ടിമറി നടന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ജി സുധാകരൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഭാരിച്ച ഒരു ചുമതലയാണ് പോലീസിന്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ആലപ്പുഴ സൗത്ത് പോലീസിനോടാണ് അന്വേഷിക്കാൻ ചുമതല നൽകിയിട്ടുള്ളത്. കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 89 നടന്ന, അതായത് 36 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ നിയമ സാധ്യതകളെ പറ്റിയൊക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശം തേടിയിട്ടുള്ളത്. ഇപ്പോൾ ശരി മനീഷ്, എന്തായാലും ഈ പ്രസ്താവന സുധാകരന്റെ പ്രസംഗ ശൈലിയായി കണ്ടാൽ മതി എന്നാണ് CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൽ വസ്തുതയില്ല. ഏതാണ്ട് പൂർണ്ണമായും തന്നെ തള്ളുകയാണ് സുധാകരനെ ഈ വിഷയത്തിൽ ആലപ്പുഴയിലെ പാർട്ടി.